അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദ് ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ എന്തിനാണ് നിൽക്കുന്നത്? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഷൊർണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ വെട്ടിക്കാട്രി സെന്ററിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത്, ആ ഹൈവേന്ന് ദൂരം വരുന്നത് വെറും 500 മീറ്റർ മാത്രമാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മുതലാണ് ഹബീബികൾ. ഇതിന് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കിടിലൻ വീടാണ്, നല്ല ക്വാളിറ്റി പണിയാണ്, നല്ല മെറ്റീരിയൽസ് ആണ്, ഫ്രഷ് വീടാണ്. 5 സെന്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ്. കിടിലൻ വീട് പറഞ്ഞ കിടിലൻ വീടാ. ആവശ്യക്കാര് മാണിക്കക്കല്ലുകൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളിട്ടില്ലേ, നല്ല മുതലാണ്. 10 റുപ്യ കൂടിയാലും സ്ഥാനം തന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിക്ക് വരുന്ന റോഡാണ്. ആ ഭാഗത്ത്, ആ വാഹനം വരുന്നതിന്റെ ഭാഗത്താണ് നമുക്കിവിടെ സ്കൂള്. മാത്രമല്ല കലാമണ്ഡലം ഇവിടെ അടുത്തുണ്ട്. വെട്ടിക്കാട്ടിരി എന്നാണ് ഇവിടേക്ക് സ്ഥലത്തിന്റെ പേര് പറയാ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് കറക്റ്റ് ദൂരം 5 കിലോമീറ്റർ. കറക്റ്റ് 5 കിലോമീറ്റർ. നമ്മൾ പോയിന്റ് നോക്കിയിട്ടാണ് പറയുന്നത്. 5 കിലോമീറ്റർ. അതുപോലെ തന്നെ തൃശ്ശൂർ അത്താണി മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ ടൗണിലേക്കുള്ള റോഡ് ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഇതാ ഈ റോഡിന് ഒരു 550 മീറ്റർ. ഒരു 550 മീറ്റർ ഈ റോഡിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണാനുള്ള നല്ല ഒന്നാന്തരം വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒന്നാന്തരം വീട് പറഞ്ഞാൽ എങ്ങനത്തെ വീട് കാര്യങ്ങൾ A to Z വരെ നല്ല ക്ലിയർ ഫിനിഷിംഗ് വർക്ക്, ഫ്രഷ് വീട്, ഫുള്ള് ഗ്രാനൈറ്റ്, നല്ല മോഡല്. ഇൻഷാ അല്ലാഹ് കണ്ടിട്ട് പോരും. അപ്പൊ എന്റെ മാണിക്കക്കല്ലുകൾ കാണണം. ഇതിങ്ങനെ വരുന്നത് എവിടുന്ന റോഡ് എന്ന് പറയാം, വെട്ടിക്കാട്ടിൽ നിന്ന് ടാറിങ് റോഡ്. ഒരു 500-550 മീറ്ററും 600 മീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ദൂരം കേട്ടോ. ഈ വീടുകളുടെ ഇടയിൽ നല്ല ഒരു കിടിലൻ വീട്, നല്ല സൂപ്പർ മതില് കേട്ടോ. മതിലൊക്കെ കാണണം എന്റെ ഹബീബികളെ. എമ്മാതിരി മതില കെട്ടിക്കണ ഈ ഹബീബ് എന്നറിയോ കേട്ടോ. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ വീടല്ല കേട്ടോ, വിൽക്കാൻ വേണ്ടി കെട്ടിയ വീടല്ല. ഇതിന്റെ ഉള്ളിലെ മെറ്റീരിയൽസ് നിങ്ങൾ നോക്കണം കേട്ടോ. ഉള്ളിലെ പണിത്തരങ്ങൾ നിങ്ങൾ കാണണം. ഒന്നൊന്നായിട്ട് ഞാൻ കാണിച്ചു തരും. ഇങ്ങനെ ഒരു വീട്, ഇത്ര ക്വാളിറ്റിയിലുള്ള വീട് നമ്മൾ ഇറക്കിയ ചാനലിൽ എപ്പോഴെങ്കിലും വരാറുള്ളൂ. നല്ല ക്വാളിറ്റി ആണ്, നല്ല ക്വാളിറ്റി. അതുപോലെ തന്നെ മതില് കണ്ടില്ലേ, ചുറ്റും മതില്, നല്ല അടിപൊളി ഗേറ്റ്, വാഹനത്തിന് കിടക്കാനുള്ള ഗേറ്റ് വേറുണ്ട്, മറ്റുള്ളത് വേറുണ്ട്. കണ്ടില്ലേ, ഇതിനൊക്കെ വീടുകളാണ്. അപ്പൊ ഇവന് കാണണം. ആ വീടിന്റെ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത, ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. കണ്ടോ, നല്ല ഫ്രഷ് വീട്, സൂപ്പർ വീട് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി, ഫുള്ള് ഗ്രാനൈറ്റ്, നല്ല ഡോറ്, നല്ല ജനലുകൾ, നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് കെട്ടിയ വീട് അല്ലേ. ഇനി നമുക്ക് ഉള്ളിലേക്കാണ് കിടക്കാം. അപ്പൊ എന്റെ ഹബീബിങ്ങൾ, നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് നമ്മൾ സാധാ വരുന്ന ഗേറ്റ്. ഈ ഗേറ്റുകൾ തുറന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ ആള് താമസമില്ലാത്ത വീടാണ്, ഫ്രഷ് വീടാണ്. ആള് വിദേശത്താണ് കേട്ടോ. ഇതിന്റെ RC ഓണർ വിദേശത്താണ്. കേട്ടോ, മതിലിന്റെ കണ്ടില്ലേ തെങ്ങ്, ഇവിടെ നല്ലൊരു തെങ്ങുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം കായ്ഫലുള്ള തെങ്ങ് തന്നെയാണ്. 2 തെങ്ങുണ്ട് വീടിന്റെ മുന്നിലായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷൻ, വെള്ളമുണ്ട് കേട്ടോ. കോയൽ കിണറാണ് സംവിധാനം, വെള്ളത്തിന് സൗകര്യം കോയൽ കിണറാണ്. അങ്ങനെ കണ്ടില്ലേ, ആ എന്താ മോഡല് വീട്, ആരും ഇഷ്ടപ്പെടുന്ന വീട്, ആരും കൊതിക്കുന്ന വീട്. അല്ലേ ഹബീബികൾ കാണണം. ഇവിടെ ഒരു തെങ്ങ് കേട്ടാ, 2 തെങ്ങ്, ഇവിടെ കുഴൽ കിണർ, വെള്ള സൗകര്യം യഥേഷ്ടം. കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ നല്ല മതിൽ നോക്കി, ലോക്കൽ മതിലല്ല, നല്ല കാശിറക്കിയിട്ട് നല്ല പണിത മതിലാണ്. ഇത് വിൽക്കാൻ വേണ്ടി കയറ്റിയതല്ല, പക്ഷെ സാഹചര്യം കൊണ്ട് വിറ്റു പോവുകയാണ്. കണ്ടോ, മതിലുണ്ട്, 4 സൈഡ് മതില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല സ്ട്രോങ് മതിൽ, ഒന്നൊന്നര മതിലാണ് കേട്ടാ. വെള്ളത്തിന്റെ ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡ് വരെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടാ. വെള്ള ടാങ്ക് വെക്കാനുള്ള സ്റ്റാൻഡ് വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഒന്ന് നോക്കി, ബാക്ക് സൈഡിൽ ഇതുണ്ടോ, ഇവിടെ കുറച്ച് ഭാഗം ബാക്ക് സൈഡിൽ നമുക്ക് വല്ല തുണി അലക്കാനും മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഷീറ്റ്, അതും നല്ല ക്വാളിറ്റിയാണ്. CCTV ക്യാമറ കണ്ടില്ലേ, ഇവിടെയൊക്കെ കാണാം, CCTV ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ഈ വീടിന്റെ ഈ ഭാഗം കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഒരു 1.5 മുതലാണിത്. വീടിന് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാം. കാരണം എന്താ അറിയോ, ഇങ്ങനെ ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ. ആ തറയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത തറ ഉണ്ടോ, നല്ല ക്വാളിറ്റി തറ, ബെൽറ്റൊക്കെ ഇട്ട് വാർത്തിട്ട് എന്താ സൂപ്പർ. നല്ലോണം പൈസ ഇറക്കിയിട്ട് കയറ്റിയപ്പെടുന്ന യാതൊരു സംശയമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി. അപ്പൊ 5 സെന്റ് ചതുരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ വീട്ടാ. 5 സെന്റ് ഇതല്ലേ, നമ്മൾ വീടിന്റെ പണിയെടുത്തതിന്റെ ബാക്കി സാധനങ്ങളാണ് ഇത്. കണ്ട നല്ല ഗ്രാനൈറ്റ് കണ്ടില്ലേ നിങ്ങൾ, സൂപ്പർ ക്വാളിറ്റി ഗ്രാനൈറ്റ്. ഇതുകൊണ്ടാണ് ഇത് പണിയെടുത്തത് ഹബീബിങ്ങളെ. ഇനി നമുക്ക് ഉള്ളിലേക്ക്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, കിടിലൻ വീട് പറഞ്ഞ 1.5 മുതലെ വീട് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു.
ഈ പുറമെ കാണുന്ന മാതിരിയാ ഉള്ളിലുണ്ടല്ലോ അതിലും ഗംഭീര. അടിച്ചാപ്പൊളി പറഞ്ഞാൽ അടിച്ചാപ്പൊളി. കണ്ടവർ ഷെയർ ചെയ്യണില്ലേ? കണ്ടവർ ഷെയർ ചെയ്യണേ. കാരണം ഇങ്ങനത്തെ വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടോ? അതാ നിങ്ങൾ നോക്കുക, ഗ്രാനൈറ്റ്. എവിടെ ഗ്രാനൈറ്റ് ഇട്ടിക്കണ്? സിറ്റ് ഔട്ടില്. സിറ്റ് ഔട്ടിൽ മാത്രമല്ല, കിച്ചണിലും വർക്ക് ഏരിയയിലും ഒക്കെ തന്നെയാണ്. ഇതാ അല്ലേ, അതിഗംഭീരമായ നല്ല ഡോറ് ഉണ്ടോ? LED ബൾബ് ഇതാ മുകളിൽ കാണിച്ചു കൊടുക്കും. നല്ല മോഡൽ വർക്കാണ്. LED ബൾബ് ഇവിടെയൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല കണ്ടോ? ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അലങ്കാരമുള്ള നല്ലൊരു വീടായി മാറും. കണ്ടില്ലേ നിങ്ങള്? മാത്രമല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണ്. ഇതാ കണ്ടില്ലേ ഈ ലൈറ്റ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീടിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണതിന് മുമ്പേ കണ്ടോളി ഡോറ് കണ്ടങ്ങള്. ഒരു 1.5 മുതൽ ഡോറല്ലത് അല്ലേ? പറയേ ഇത് വേണം തുറക്കാനേ. പറഞ്ഞോ 1.5 അല്ലേ? 1.5. കണ്ടേ എന്താ മോഡൽ ഡിസൈൻ കണ്ടേ ഡോറിന്റെ? കണ്ടോ? അതുപോലെ തന്നെ നല്ല വലിയൊരു ഹാള് കാണാ ഹബീബികൾ. നല്ല വലിയൊരു ഹാള് കണ്ടോ? നല്ല സൗകര്യത്തിലുള്ള നല്ല വലിയൊരു ഹാള് കണ്ടില്ലേ? LED ബൾബുകള് മേലെ കണ്ടില്ലേ ഹബീബികൾ? കാണണം. നല്ല വിശാലമായ വലിയൊരു ഹാളാണ്. ഇതാ മാഷാ അല്ലാ കേട്ടോ, മാഷാ അല്ലാ. ഫ്രഷ് വീടാണ് കേട്ടോ. ഇത് പഴയ വീടോ താമസിച്ച വീടോ ഒന്നല്ല, ഫ്രഷ് വീടാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് പോകേണ്ടത് ആദ്യമായിട്ട് ഒരു ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതാ ഇവിടെയാണ് നമുക്ക് ഒരു വാഷ് സ്പേസിലുള്ള സ്പേസ് വിട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത്. അതും ഗ്രാനൈറ്റ്, എല്ലാ ഭാഗവും ഗ്രാനൈറ്റ്. അതുപോലെ തന്നെ തേക്കിന്റെ നല്ല കാതലുള്ള തേക്ക് കൊണ്ട് കെട്ടിയ ജനല് കേട്ടോ. നല്ല ക്വാളിറ്റി മരം കേട്ടോ, നല്ല ക്വാളിറ്റി മരം ഗ്രാനൈറ്റ്. അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് റൂം. ഇതിന് ഈ ഡോറിന്റെ ഒരു കുറവ് മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒറ്റ ഡോറ്, ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ബാത്റൂം കാണിച്ചു കൊടുത്താ, ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക. യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ? നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കേട്ടോ, ആരും ഇഷ്ടപ്പെടുന്ന ആരും കൊതിക്കുന്ന വീട്. ഇതുപോലുള്ള വീടുകൾ ആവശ്യപ്പെട്ട പ്രവാസികൾ ഒരുപാടുണ്ട് നമ്മുടെ അടുത്ത് കണ്ടോ. ഈ ഹാൾ ഒന്നും കൂടെ നിങ്ങൾ കണ്ടോളി. എത്ര കണ്ടാലും മതി വരാത്തൊരു ഹാള് കണ്ടോ, എത്ര കണ്ടാലും മതി വരില്ല, അത്രയ്ക്ക് നല്ല ഹാളാണ്. ഇനി ഹാളിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം. 1400 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ ഡൈനിങ് ഹാളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ അത്തറിന്റെ കച്ചവടം ഉണ്ടോ എന്നുള്ളത്. നോ, ഇത് പ്രവാസിയുടെയാണ്. ഈ പ്രവാസി കുവൈത്തിലാണ്. കുവൈത്തിന്റെ അത്തറുകളാണ് ഈ കാണുന്നത് കേട്ടോ. കുവൈത്തിന്റെ അത്തറാണ്, ഇല്ലാതെ അത്തർ കച്ചവടമുള്ള വീടല്ല. അപ്പൊ ഈ പ്രവാസിയുടെ വീടാണ് നമ്മൾ വിൽക്കാനുള്ളത് കേട്ടോ. കുവൈത്തിന്റെ മാഷാ അല്ലാ നല്ല ക്വാളിറ്റി കേട്ടോ. അപ്പൊ ഈ കുവൈത്തിന്റെ ആളുടെ വീടാണ് നമ്മൾ, പ്രവാസിയുടെ വീടാണ് വിൽക്കാനുള്ളത്. പ്രത്യേക സാഹചര്യം കൊണ്ട് വിൽക്കുകയാണ്. കാരണം സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ്. ഈ വീട് കയറ്റാൻ തന്നെ 37 ലക്ഷം രൂപ ചെലവുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. 37 ലക്ഷം രൂപ ചെലവുണ്ട് കേട്ടോ. LED ബൾബ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഈ 37 ലക്ഷം രൂപ ചെലവുണ്ട്. അതിന്റെ പുറമെ സ്ഥലമുണ്ട്. കാരണം ഹബീബിങ്ങളെ സ്ഥലം എവിടെയെന്ന് അറിയില്ലേ നിങ്ങള്? ഇതാണ് അടുത്തത് നമ്മുടെ സ്ത്രീകളുടെ കിച്ചൺ ഭാഗമാണ് വരുന്നത്. ഈ ഡോർന്ന് കാണിച്ചു കൊടുത്താ, അവിടെ നിന്ന് കിടക്കുമ്പോൾ ഈ റോഡൊന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ, നല്ല സ്ത്രീകൾ നമ്മുടെ സഹോദരിമാര് കാണണം ഈ കിച്ചൺ. ഇതുപോലൊരു കിച്ചൺ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതുപോലൊരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? കേട്ടോ, നല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ട്. അതാണ് പറഞ്ഞത്, ഏത് സ്ത്രീയാണ് ഇവിടെ വരേണ്ടതെന്നറിയോ ഈ കിച്ചണില്? സൽക്കർമ്മനാരി, സൽക്കർമ്മനാരി, കുലദൈവ പത്നി, കുലദൈവ പത്നി, കാര്യേഷു മന്ത്രി ശകണേഷു വേശ ഗുണദേശു മാതാ. കണ്ടില്ലേ? അങ്ങനത്തെ സ്ത്രീകൾ വരേണ്ട വീടാണ്. സൽക്കർമ്മനാരി, കുലദൈവ പത്നി, കാര്യേഷു മന്ത്രി ശകണേഷു വേശ ഗുണദേശു മാതാ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീ വരണം കേട്ടോ. കുലദൈവ പത്നി, ദൈവഭയം ഉണ്ടായിരിക്കണം. കാര്യേഷു മന്ത്രി കേട്ടോ, മന്ത്രിയെ പോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സ്ത്രീ ആയിരിക്കണം. ഹബീബികൾ കാണണം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ഏരിയയാണ്. ഈ വർക്ക് ഏരിയയിലടക്കം ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് വിൽക്കാൻ വേണ്ടി കയറ്റിയ വീടല്ല, പ്രത്യേക സാഹചര്യം കൊണ്ട് വിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു പ്രവാസിയുടെയാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഹബീബിങ്ങളെ കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെയും ഗ്രാനൈറ്റ് ആണ് കണ്ടില്ലേ. പുറത്തേക്ക് ഇറങ്ങി അവിടെയും ഗ്രാനൈറ്റ്. മാത്രമല്ല ഇവിടെ ഒരു ബാത്റൂം പുറത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ
അത് ചാവി ലോക്കാണ്, അതുകൊണ്ട് ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വീടിന്റെ ഉള്ളിൽ ഇത്ര വൃത്തി ഉണ്ടാവുമ്പോൾ പുറത്തത് എത്ര ഭംഗി ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇനി നമുക്ക് പോകേണ്ടത് എവിടേക്കാ? മുകളിലേക്കാണ്. മുകളിലേക്ക് പോകാം. ദാ ഈ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണേണ്ടതുണ്ട് ഉണ്ടോ, ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ട് നല്ലതടോ. ഇത് നോക്കി, ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കും, നല്ലോണം ശ്രദ്ധിക്കും. ഈ വർക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വരണം കേട്ടോ. ഈ വർക്കിനെ പറ്റി ഇതോ നല്ല LED ബൾബൊക്കെ ഇവിടെയും വെച്ചിട്ട് ഇതോ മേലേക്ക് കയറുമ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ളിട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വരുന്നത് എവിടേക്കാണ്? മേലെ ഒരു ഹാളിലേക്കാണ്. മുകളിലെ ഹാളാണിത്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള നല്ല സൗകര്യമുള്ള ഹാള്. ഇവിടെയും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതാ മരങ്ങൾ കണ്ടോ, നല്ല തേക്ക് കൊണ്ട് നല്ല കാതലുള്ള മരം കൊണ്ട് കെട്ടിയ ജനല്, 3 കള്ളി ജനല്. ഈ ജനൽ ഒന്നും കൂടെ കാണിച്ചു കൊടുക്ക്. നല്ലോണം പൈസ ഇറക്കിയിട്ട് കെട്ടിയ വീടാണ്, വിൽക്കാൻ വേണ്ടി കെട്ടിയതല്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഹാളിൽ നിന്ന് നമുക്ക് തിരിയേണ്ടത് ഒരു ബെഡ്റൂമിലേക്കാണ്. ഇതൊരു ബെഡ്റൂമാണ്, സാധാ ബെഡ്റൂം. ഇതിൽ ബാത്റൂം ഇല്ല, സാധാ ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് അതേപോലെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, നല്ല സൗകര്യത്തിൽ നല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ട്. അത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകണം. അടുത്ത ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ കാണുന്ന ഹബീബിങ്ങൾ ഇതാണ് ഒരു ബെഡ്റൂം. ഇവിടെ താമസമില്ലാത്തത് കൊണ്ട് ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് പാത്രങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കണ്ടോ. ഇതാണ്. അപ്പൊ ഹബീബികൾ കാണണം, പ്രത്യേകിച്ച് ഒരു പ്രവാസിയുടെയാണ്. നല്ല വിശാലമായ നല്ല വലിപ്പമുള്ള നല്ല ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട്. ഈ ബാത്റൂമിന് നമുക്ക് വേണ്ടത് ഒരു ഡോറാണ്. ഈ ബാത്റൂമിന്റെ ഉള്ളിൽ നോക്കണം, വാഷ് ബേസ് ഉണ്ട്. ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കും, ശരിക്കും കാണിച്ചു കൊടുക്കും. ഉള്ളിൽ വാഷ് ബേസ് ഉണ്ട്, അറ്റാച്ച് ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്. മുകൾ ഭാഗം കാണിച്ചു കൊടുക്കും, നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലുമാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് വേറെ യന്ത്രം ഞാൻ കാണിച്ചു തരാം. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡോർ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കാണണം ഹബീബിങ്ങൾ. പുറത്തേക്ക് വെച്ച ഡോറ് ഇവിടെ നമുക്ക് സാധനങ്ങൾ കാണാം. ഇവിടെയും സാധനങ്ങൾ സ്റ്റോക്കാണ്. എന്തെങ്കിലുമൊക്കെ വീട്ടിലെ സാധനങ്ങൾ വെക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മേലേക്ക് ഇനി അങ്ങോട്ട് കയറണമെങ്കിൽ അങ്ങനെ, വാർപ്പിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ അങ്ങനെ. അവിടെ നമുക്ക് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ മുകളിലേക്ക് ഇതും കൂടെ കാണിച്ചു തരാം. കാരണം എന്താ, നല്ല വർക്കാ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു ടാങ്ക് കണ്ടില്ലേ ഹബീബിങ്ങളെ. ടാങ്ക് നോക്കണം ഹബീബിങ്ങളെ. മുകളിൽ കൊണ്ട് കയറി കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കണ്ടില്ലേ, നല്ല പൂങ്കാവനം പോലെ നല്ല പച്ചപ്പുള്ള കണ്ടോ. ഇങ്ങനെ ഒരു ഭാഗത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തവര് ആരാളുള്ളത്? ഈ ഭാഗത്തൊരു ചെറിയൊരു ടേബിളും ഒരു 4 ചെയറും ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം സമയത്ത് നല്ല കട്ടൻ ചായ അണ്ടിപ്പരിപ്പും കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ. അത്രയ്ക്ക് വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ ഹബീബിങ്ങൾ ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, പ്രവാസിയുടെയാണ്. എല്ലാ പ്രവാസികളും ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ, ഈ വീടിന്റെ അപ്പുറത്തുള്ള വീടുകളും മോഡലുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ. തൊട്ട് തൊട്ട് വീടുകളാണ്, നല്ല ഒരു ഏരിയ ആണ്, നല്ല കുളിർമുള്ള ഏരിയ ആണ് കേട്ടോ. ഹബീബിങ്ങൾ കണ്ടില്ലേ, അതൊന്നും കാണിച്ചു തരണല്ലോ. ഇതൊക്കെ നല്ല ഡോറാട്ടോ, മുകളിലെ ഡോറാണ്ട് കാര്യമില്ല. അത് കാണിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ഡോറ് കണ്ടില്ലേ. എല്ലാ ഡോറുകളും നല്ല ഡോറുകളാണ്, യാതൊന്നും മോശമല്ല. അപ്പൊ ഇനി നമ്മൾ 2 ബെഡ്റൂം കണ്ടു, അത് കണ്ടു, എല്ലാം കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളതാണ് ബാൽക്കണി. ഇതാണ് നമ്മുടെ ബാൽക്കണി കണ്ടില്ലേ നിങ്ങള് കണ്ടോ. നല്ല ബാൽക്കണി, അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ. തെങ്ങിന്റെ പട്ടങ്ങനെ കണ്ടോ, നല്ല തെങ്ങിന്റെ പട്ടങ്ങനെ എടുക്കണ്. അപ്പൊ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഷൊർണൂരിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ വെട്ടിക്കാട്ടിരി മെയിൻ ഹൈവേന്ന് 500-600 മീറ്ററിന്റെ ഉള്ളിലാണ്. 500-600 മീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ദൂരം, വളരെ അടുത്തതാണ്. മാത്രമല്ല ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ആണ് കേട്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 4 ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ 4 നിങ്ങളോട് പറയണത് 3 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്, ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ചെറുതുരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല നല്ല വലിയ 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 ഹോട്ടലുകൾ കേട്ടോ. ഒരുപാട് ഹോട്ടലുകളും ഒരുപാട് കടകളും ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ഓഫീസുകളൊക്കെ ഉള്ള സ്ഥലമാണ് ചെറുതുരുത്തി. അതായത് ഷൊർണൂരിന്ന് പോകുമ്പോൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നതാണ് പാലം കഴിഞ്ഞ ഉടനെ ചെറുതുരുത്തി.
അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വെട്ടിക്കാട്ടിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളുവായി. അതേപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു കലാമണ്ഡലം ഉണ്ട് ഇവിടെ ഷൊർണൂര്. അതും ഇതിൻ്റെ അടുത്താണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തൃശ്ശൂർക്ക് എളുപ്പമാണ്, അത്താണിക്കലേക്ക് എളുപ്പമാണ്, ഒറ്റപ്പാലത്തേക്ക് എളുപ്പമാണ്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരങ്ങൾ വരും. നല്ല പ്രകൃതി ഭംഗിയുള്ള, നല്ല പച്ചപ്പുള്ള പാടശേഖരം, നല്ല കുളിർമയിൽത്തുന്ന സ്ഥലം കണ്ടോ. നമ്മുടെ വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ കാണുന്ന സ്ഥലമാണ്. നല്ല പച്ചപ്പുള്ള, നല്ല വ്യൂ ഉള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കണ്ടോ. തെങ്ങിന്റെ ഓലങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, കാറ്റിനൊടുക്കും പോകേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി വീടാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടോ തെങ്ങ് കുറച്ചിങ്ങനെ വലുതായിട്ടുള്ളൂ, ഇളനീരിങ്ങനെ നീട്ടിയാ കിട്ടും, അത്രയ്ക്കടുത്തുള്ള തെങ്ങ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളോട് ഇനി അവസാനമായിട്ട് പറയുകയാണ്, ഇതൊരു പ്രവാസിയുടെയാണ്. 1400 സ്ക്വയർ ഫീറ്റ് ആണ്, 5 സെന്റ് സ്ഥലമാണ്. പണിയിൽ യാതൊരു കളങ്കത്തരവും കാട്ടിയിട്ടില്ല കണ്ടോ. ഇവിടെ കിടക്കാൻ നോക്കി നിങ്ങൾ നല്ല രീതിയിലാണ് ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീട് കയറ്റണമെങ്കിൽ തന്നെ അവർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. 37 ലക്ഷം രൂപ 38 ലക്ഷം രൂപയോളം അവർക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതിന്റെ പുറമെ 5 സെന്റ് സ്ഥലം, കുഴൽ കിണർ, അതിന്റെ ഒക്കെ അടക്കം ചെലവടക്കം 46-47 ഉറുപ്പ്യ അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവർ 44 രൂപ കിട്ടിയാൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. 44 ലക്ഷം ടോട്ടൽ കിട്ടുകയാണെങ്കിൽ കൊടുക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പണിയാണ്. 1400 സ്ക്വയർ ഫീറ്റ്. പ്രത്യേകിച്ച് എൻ്റെ ഹബീബിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ വീടൊന്നും നമുക്ക് പെട്ടെന്ന് കയറ്റാൻ സാധിക്കില്ല. കാരണം എന്താ പറയുക, ഇതിന് ആളെ നിർത്തി കയറ്റി ഒരുപാട് ചെലവ് വരും. ഇതൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ വീട് ധൈര്യമായിട്ട് ഏത് ഓഫീസർമാർക്കും, ഏത് ഗവൺമെന്റ് ജോലിക്കാർക്കും, ആർക്കും വാങ്ങാവുന്ന, ഏത് പ്രവാസിക്കും വാങ്ങാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഇതൊരു പ്രവാസികളാണ്. വിൽക്കൽ അർജന്റാണ്, വിൽക്കാൻ കാരണങ്ങൾ പലതും ഉണ്ടാവും കേട്ടോ. ലോണോ കാര്യമോ ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാകണ്ട. ലോണും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുള്ള സംവിധാനം ഇതിലൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. മറ്റുള്ള പുതിയ ചാനൽ കാണുന്ന ഹബീബിങ്ങളുണ്ടാവും, എല്ലാവരും ഷെയർ ചെയ്തോളി. മേലത്തെ ജണ്ടി കണ്ടില്ലെങ്കിൽ ഈ മേലത്തെ ജനൽ ഇതൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാണ്. ഇതല്ലേ ഡോർ കണ്ടില്ല, ഇതൊന്നും കൂടി കാണിച്ചു തരാണ്. ഈ ബാൽക്കണിക്ക് ഒന്നും ഇത്ര വലിയ ഡോറിന്റെ ആവശ്യമില്ല. പക്ഷെ എന്താണെന്നറിയോ, ഇതിലുള്ള പണി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഹബീബിങ്ങൾ 44 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാനേ പറ്റുള്ളൂ. വലിയൊരു എമൗണ്ട് കുറയില്ല. ചെറിയൊരു മാറ്റം ഇൻഷാ അല്ലാഹ് ഏതൊരാൾക്കും ചെറിയൊരു നെഗോഷ്യബിൾ തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും. മഹസ്സലാമ.